എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മളിൽ പലരും അനുഭവിച്ചിട്ടുള്ള എന്നാൽ മനസ്സിലാക്കാതെ പോകുന്ന ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ്. അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് ഇൻ റിലേഷൻഷിപ്പ്. സ്നേഹബന്ധത്തിൽ നമ്മൾ കാണിക്കുന്നതും അനുഭവിക്കുന്നതും ആയ ചില സ്വഭാവങ്ങൾ, വികാരങ്ങൾ, പെരുമാറ്റങ്ങൾ എല്ലാം നമ്മുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിനെ ആശ്രയിച്ചുണ്ടാകുന്നതാണ്. എന്തുകൊണ്ടിങ്ങനെ അറ്റാച്ച്മെൻറ്റ് രൂപപ്പെടുന്നു? ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്താണ്? അത് നമ്മുടെ റിലേഷൻഷിപ്പിനെ എങ്ങനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യമായിട്ട് എന്താണ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്നുള്ളത് നോക്കാം. അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്നാൽ നമ്മൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ അതിനെ സുരക്ഷയായി തോന്നുന്നു, എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നതിൻ്റെ ഒരു മാതൃകയാണ്. ഇത് കൂടുതലും കുട്ടിക്കാലത്തിൽ രൂപപ്പെടുന്ന ഒന്നാണ്. മാതാപിതാക്കളോട് അല്ലെങ്കിൽ മുതിർന്നവരോട് നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരു ബോണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് രൂപപ്പെടുന്നത്. പിന്നീട് നമ്മുടെ ടീനേജിലും മുതിരുമ്പോഴും ഉള്ള എല്ലാ തരം റിലേഷൻഷിപ്പിലും, ലവ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ഈവൻ മാരേജ് റിലേഷൻഷിപ്പ് വരെ ഇതിൻ്റെ ഡയറക്റ്റ് എഫക്റ്റായി കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് എന്നുള്ളത് നോക്കാം. അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് വരുന്നത് സെക്യൂർ അറ്റാച്ച്മെൻ്റ് ആണ്. രണ്ടാമതായിട്ട് വരുന്നത് ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ്. മൂന്നാമത്തേത് അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ്. നാലാമത്തേത് ഡിസ്ഓർഗനൈസ്ഡ് അറ്റാച്ച്മെൻറ്റ്. ഇനി നമുക്കിതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നോക്കാം. ഒന്നാമതായിട്ട് വരുന്നതാണ് സെക്യൂർ അറ്റാച്ച്മെൻറ്റ്. ഇത് പേര് പോലെ തന്നെയാണ്, ഹെൽത്തി റിലേഷൻഷിപ്പാണ്. ഈ സ്റ്റൈലുള്ളവർ സ്വയവും പങ്കാളിയെയും ട്രസ്റ്റുള്ളവരായിരിക്കും. ബന്ധത്തിൽ പ്രശ്നങ്ങൾ വന്നാലും വഴക്കുകൾ ഉണ്ടായാലും അതവർ പരസ്പരം തുറന്ന് സംസാരിക്കുന്നവരായിരിക്കും. ഉദാഹരണത്തിന്, പാർട്ട്ണർ ഇപ്പോൾ ബിസി ആയാലും അവൻ ബിസി കാരണമാണ് എന്നെ വിളിക്കാത്തത്, അവൻ്റെ ആ ഒരു തിരക്കുകൊണ്ടാണ് എന്നെ ഇപ്പോൾ വിളിക്കാത്തത് അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാത്തത്. എന്നിരുന്നാലും ഞാൻ അവന് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. തിരക്ക് ഒഴിയുമ്പോൾ അവൻ വീണ്ടും വന്ന് എന്നോട് സംസാരിക്കും എന്ന് തിരിച്ചറിവോടെ പെരുമാറുന്നവരാണ് സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിലുള്ളവർ. രണ്ടാമത്തേതാണ് ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈല്. ഇത് പേര് പോലെ തന്നെ കുറച്ച് ആങ്സൈറ്റി ഉള്ളതാണ്. ഇവർക്ക് പാർട്ട്ണറുടെ സ്ഥിരമായിട്ടുള്ള ഒരു ശ്രദ്ധയും കെയറിങ്ങും ആവശ്യമാണ്. പാർട്ട്ണർ എപ്പോഴും തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നു. റിലേഷൻഷിപ്പിലായിരുന്നാൽ പോലും പാർട്ട്ണർ എന്നെ വിട്ടിട്ട് പോകുമോ എന്നൊരു ഉൾഭയം ഇവർക്കുള്ളതായി കാണാം. അതുകൊണ്ട് തന്നെ പാർട്ട്ണറിനെ ട്രസ്റ്റ് ചെയ്യാനുള്ള പേടി ഉണ്ടായിരിക്കും. ഇതിൻ്റെയൊക്കെ മെയിനായിട്ടുള്ളൊരു കാരണം വരുന്നത് അവർക്ക് സെൽഫ് വർത്ത് ഇല്ല എന്നുള്ളതാണ്. സ്വയമേ അവർക്ക് ഒരു വില ഉണ്ടായിരിക്കില്ല. ഞാൻ അത്ര പോരാ, ഞാൻ ആ പാർട്ട്ണറിനെ ഡിസേർവ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ നിന്നില്ലെങ്കിൽ ആൾ എന്നെ വിട്ടിട്ട് പോകും എന്നൊരു ഉൾഭയം എപ്പോഴും ഇവരുടെ ഉള്ളിലുണ്ടാകും. നീ എന്നെ വിട്ടിട്ട് പോകില്ലല്ലോ അല്ലേ എന്ന് കൂടെ ചോദിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും ഇവർക്കൊരു എക്സ്റ്റേണൽ വാലിഡേഷൻ ആവശ്യമായിരിക്കും. ചെറിയ കാര്യങ്ങൾക്ക് വരെ പാർട്ട്ണറിനെ ഡൗട്ട് ചെയ്യുകയും അത് ഓവർ തിങ്കിങ്ങിലേക്ക് പോകുകയും പിന്നീട് അത് ബ്രേക്കപ്പിലേക്ക് പോകുന്നതിനും കാരണമാകുന്നു. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു മെസ്സേജ് അയക്കുന്ന സമയത്ത് പാർട്ട്ണർ എന്തെങ്കിലും ഒരു തിരക്കായിരുന്നിരിക്കാം, റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ മെസ്സേജിന് റിപ്ലൈ കിട്ടാൻ വൈകിയാൽ തന്നെ പാർട്ട്ണറിനെ ഭയങ്കരമായിട്ട് സംശയം തോന്നുക. അടുത്തതാണ് അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈല്. ഇവർക്ക് അതിരുകടന്ന അടുപ്പം ഇഷ്ടമല്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള സ്പേസ് വേണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം വേണം, എൻ്റെ കാര്യങ്ങളിൽ ആരും കൈകടത്താൻ വരണ്ട എന്നുള്ള ഒരു മൈൻഡ് സെറ്റായിരിക്കും ഇവർക്കുണ്ടായിരിക്കുക. അതുമാത്രമല്ല, ഇവരുടെ ഇമോഷൻസ് തുറന്നു പറയാൻ പേടിയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരിക്കും. പാർട്ട്നേഴ്സിൻ്റെ ഓവർ കെയറിങ്, ലവ് പോലും ഇവരിൽ ബുദ്ധിമുട്ട് വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത വർദ്ധിക്കുന്നു. നാലാമത്തേതാണ് ഡിസ്ഓർഗനൈസ്ഡ് അറ്റാച്ച്മെൻറ്റ്. ഇവരുടെ സ്വഭാവം ചിലപ്പോൾ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. ഒരു സമയത്ത് പാർട്ട്ണറിനോട് ഒരുപാട് അടുപ്പം കാണിക്കുകയും എന്നാൽ വളരെ പെട്ടെന്ന് അകൽച്ച കാണിക്കുകയും ചെയ്യുന്നു. ഇവരുടെ റിലേഷൻഷിപ്പ് കൂടുതലും ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് പോലെ ആയിരിക്കും. ഇതിന് കാരണം കുട്ടിക്കാലത്തിലെ ട്രോമ, പഴയ റിലേഷൻഷിപ്പ് ട്രോമ എന്നിവയൊക്കെ ആയിരിക്കാം. ഇവരുടെ മനസ്സുകൊണ്ട് ഇവർ സ്നേഹം വേണം, ഒരുപാട് സ്നേഹം കൊതിക്കുന്നവരായിരിക്കും. എന്നാൽ സെയിം ടൈം തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹം പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയാൽ ഞാൻ പെയിനിലേക്ക് പോവേണ്ടതായി വരും എന്നുള്ളൊരു പേടിയും ഇവരുടെ ഉള്ളിൽ കാണും. അതുകൊണ്ട് തന്നെ പാർട്ട്നേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാനുള്ള മടിയുണ്ടായിരിക്കും.
ആദ്യമായി പറഞ്ഞ സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ മാത്രമാണ് ഹെൽത്തി ആയിട്ടുള്ളത്. അങ്ങനെയൊരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ളവരുടെ റിലേഷൻഷിപ്പ് മാത്രമായിരിക്കും നല്ല രീതിയിൽ സ്നേഹവും മനോഹരവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവുക. ബാക്കി 3 അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ളവരും ആങ്ഷ്യസ്, അവോയ്ഡൻറ്റ്, ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ളവരുടെ അൺഹെൽത്തി ആണ് റിലേഷൻഷിപ്പ് പോകുന്നുണ്ടാവുക. ഇങ്ങനെ ഉള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ളവർ റിലേഷൻഷിപ്പിൽ നിരന്തരമായിട്ട് നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒന്നാമത് തെറ്റിദ്ധാരണയും വഴക്കുമായിരിക്കും. അവർക്ക് അവരുടെ പാർട്ട്നേഴ്സിനോട് ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ പാർട്ട്ണറിനെ നിരന്തരം തെറ്റിദ്ധരിക്കുകയും അതിൻ്റെ പേരിൽ വഴക്കിടുകയും ചെയ്യും. രണ്ടാമതായിട്ട് വരുന്നത് അസൂയയും ഓവർ പൊസസീവ്നെസ്സുമാണ്. എൻ്റേതാണ് എന്നുള്ള രീതിയിൽ പിടിച്ചു വെക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ പാർട്ട്ണർ എന്നല്ല, നമ്മളെല്ലാവരും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. ഈ ഓവർ പൊസസീവ്നെസ്സും അസൂയയും ഒക്കെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് അത് റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും. പിന്നെ പാർട്ട്ണറിനോട് വികാരങ്ങൾ പറയാൻ ബുദ്ധിമുട്ട് നേരിടേണ്ടതായിട്ട് വരും. എനിക്ക് തോന്നുന്ന കാര്യം പറഞ്ഞാൽ, എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ എൻ്റെ പാർട്ട്ണർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, അവൻ എന്നെ വിട്ടിട്ട് പോകുമോ അല്ലെങ്കിൽ അവൾ എന്നെ വിട്ടിട്ട് പോകുമോ എന്നുള്ള ഭയം മൂലം അവരുടെ വികാരങ്ങൾ ഉള്ളിൽ ഒതുക്കി പിടിച്ച് വയ്ക്കും. ഇത് സ്വന്തം സെൽഫ് എസ്റ്റീം കുറയുന്നതിന് കാരണമാകും. സ്വന്തമായിട്ടൊരു വില ഉണ്ടായിരിക്കില്ല പാർട്ട്ണർക്ക്. എൻ്റെ പാർട്ട്ണറിനെയാണ് ഞാൻ കൂടുതലായിട്ട് പാർട്ട്ണറിൻ്റെ ഇമോഷൻസിനാണ് വില കൊടുക്കേണ്ടത് എന്ന് ഓർത്തുകൊണ്ട് സ്വയം അടിച്ചമർത്തി ജീവിക്കും. ഇങ്ങനെ സ്വയം അടിച്ചമർത്തി ജീവിക്കുമ്പോൾ തൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങളും താല്പര്യങ്ങളൊക്കെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും പലരും ചെയ്യുന്ന കാണുമ്പോൾ. പക്ഷേ തനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് എല്ലാം കൂടി ഒരൊറ്റ പൊട്ടിത്തെറിയായിരിക്കും. അത് നമ്മുടെ റിലേഷൻഷിപ്പിനെ ബ്രേക്കപ്പിലേക്കും ഡിവോഴ്സിലേക്കൊക്കെ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ അൺഹെൽത്തി അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ളവർ റിലേഷൻഷിപ്പിൽ നേരിടുന്ന പ്രോബ്ലംസ്. ഇനി നമുക്കിതെങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അത് പെർമനൻ്റ് അല്ല. നമ്മൾ കുട്ടിക്കാലത്ത് അനുഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യത്തിൽ നിന്ന് രൂപപ്പെട്ട് വന്നിട്ടുള്ളതാണ്. നമ്മുടെ പേരൻസിൻ്റെ ഒരു മിസ്സിങ്ങോ അല്ലെങ്കിൽ പാസ്റ്റിലുണ്ടായിട്ടുള്ള ലവ് ബ്രേക്കപ്പോ കുട്ടിക്കാലത്ത് നമുക്ക് പ്രിയപ്പെട്ട ആരുടെയെങ്കിലും മരണമോ ഒക്കെ മൂലം നമുക്ക് ഈ പറഞ്ഞ അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് വരാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് നിരന്തരമായിട്ടുള്ള പ്രാക്ടീസും പിന്നെ ഒരു അവെയർനെസ്സും കൂടി ഉണ്ടെങ്കിൽ നമുക്കിതിനെ ഹെൽത്തി അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതിനൊന്നാമതായിട്ട് വേണ്ടത് സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്താണെന്ന് സ്വയം തിരിച്ചറിയുക. രണ്ടാമതായിട്ട് നമ്മൾ തുറന്ന ആശയവിനിമയം ചെയ്യുക. പാർട്ട്ണറിനോട് തുറന്ന് സംസാരിക്കുക. നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് നമ്മൾ പാർട്ട്ണറിനോട് തുറന്ന് സംസാരിക്കുക. തുറന്ന് സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവനെ അല്ലെങ്കിൽ അവളെ ഒരിക്കലും ബ്ലെയിം ചെയ്ത് സംസാരിക്കരുത്. നീ അങ്ങനെ ആയതുകൊണ്ടാണ് എനിക്കിങ്ങനെ പറ്റിയത്, അങ്ങനെ നമ്മൾ ബ്ലെയിം ചെയ്ത് സംസാരിക്കാതിരിക്കുക. എനിക്കിതാണ് ഫീലായത്, എനിക്കിങ്ങനെയാണ് ഫീലായത് എന്ന് നല്ല രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. മൂന്നാമതായിട്ട് സെൽഫ് വർത്ത് കൂട്ടുക എന്നുള്ളതാണ്. ഈ അൺഹെൽത്തി റിലേഷൻഷിപ്പിലുള്ളവർക്ക്, അൺഹെൽത്തി അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ളവർക്ക് സെൽഫ് എസ്റ്റീം വളരെ കുറവായിരിക്കും. അവർക്ക് അവരോട് തന്നെ ഒരു വില ഉണ്ടായിരിക്കില്ല. എന്നെ കംപ്ലീറ്റ് ആക്കാൻ എനിക്ക് പുറത്തുനിന്ന് ഒരാൾ വേണം എന്നുള്ളൊരു ചിന്തയിലായിരിക്കും അവർ ഈ പാർട്ട്ണറിനെ പിടിച്ചു വെക്കാൻ നോക്കുന്നതും പാർട്ട്ണറുടെ പുറകെ പോകുന്നതും. അതാദ്യം നിർത്തുക. എന്നിട്ട് സ്വയം സ്നേഹിക്കാനും വിലയുള്ളവനായും ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ സെൽഫ് ലവിലേക്ക് വരിക. നമ്മൾ നമ്മളെ സ്നേഹിച്ചാൽ മാത്രമാണ് പുറത്തുള്ളവരും നമ്മളെ സ്നേഹിക്കുള്ളൂ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇനി നാലാമതായിട്ട് ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്വന്തം പാർട്ട്ണറുടെ അടുത്താണെങ്കിലും നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. അത് അവരുടെ അടുത്ത് തർക്കിച്ചിട്ടോ വഴക്കിട്ടിട്ടോ ആവരുത്. അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്ത് നമ്മുടെ കാര്യങ്ങളും കൂടി നോക്കുക. ഇത് നോക്കുന്ന സമയത്തും അവരോട് പറയുക, എനിക്ക് ഇങ്ങനെ ഒരു സ്പേസ് ആവശ്യമാണ്, പക്ഷേ എനിക്ക് ഒരിക്കലും നിന്നോടുള്ള സ്നേഹം കുറയുന്നില്ല എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അഞ്ചാമതായിട്ട് നമുക്ക് പാസ്റ്റ് വൗണ്ട്സ് ഹീൽ ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുട്ടിക്കാലത്തുള്ള എന്തെങ്കിലും ഒരു അനുഭവത്തിൽ നിന്നായിരിക്കും ഈ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ രൂപപ്പെട്ടിട്ടുള്ളത്. അൺഹെൽത്തി അറ്റാച്ച്മെൻറ്റ് കൂടുതലായിട്ടും
നമ്മുടെ അച്ഛനമ്മമാരുടെ കൂടെ വളരാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ അമ്മയില്ലാതെ വളരുക, അച്ഛനില്ലാതെ വളരുക, അച്ഛനും അമ്മയും അവഗണിക്കുക, അങ്ങനെ ഒരു പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ വരുന്നത്. അപ്പോൾ പുതിയതായിട്ടുള്ള റിലേഷൻഷിപ്പിലും ഈ ഒരു പാറ്റേൺ തന്നെ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കും. ഇനി പാസ്റ്റിൽ നമുക്ക് ഒരു ലവ് ബ്രേക്കപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെയും ഇതിനെയും വെച്ച് കമ്പയർ ചെയ്യുകയും അല്ലെങ്കിൽ ആ ഒരു പെയിൻ തന്നെ ഇവിടെ റിഫ്ലക്റ്റ് ആവുകയും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ആ ഒരു എന്നെ ബുദ്ധിമുട്ടിക്കുന്ന, എൻ്റെ റിലേഷൻഷിപ്പിനെ ബുദ്ധിമുട്ടിക്കുന്ന ആ ഒരു പാസ്റ്റ് ട്രോമ എന്താണ്, അതിൻ്റെ ഡീപ്പ് റൂട്ടിൽ പോയിട്ട് ഹീല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഒരുപാട് ഹീലിംഗ് മെത്തേഡ്സ് യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. അത് നോക്കിയിട്ട് നമ്മുടെ റിലേഷൻഷിപ്പിനെ നമുക്ക് ഹീല് ചെയ്യാവുന്നതാണ്. ആറാമതായിട്ട് നമുക്ക് പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് തേടാവുന്നതാണ്. ഇതാണ് നമ്മുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലും റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യുന്ന രീതികളും പിന്നെ ഇതെങ്ങനെ ഹീൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്ന ഒന്നാണ്. ഇത് പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒന്നല്ല. നമുക്ക് പ്രാക്ടീസും അവയർനെസ്സും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഹീൽ ചെയ്ത് മാറ്റിയെടുക്കാവുന്നതാണ്. നമുക്കും ഒരു ഹെൽത്തി അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ രൂപപ്പെടുത്തി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കമ്മ്യൂണിക്കേഷനും ഹീലിങ്ങും ഒരു പേഷ്യൻസും പ്രാക്ടീസും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കും മനോഹരവും സന്തോഷവുമുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഹെൽത്തി റിലേഷൻഷിപ്പിന് ഏറ്റവും ആദ്യം വേണ്ടത് ട്രസ്റ്റും പേഷ്യൻസുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.